ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പലഹാരം പരിചയപ്പെടുത്തുകയാണ്. ചക്ക അടയെന്ന് പറയും. അപ്പോൾ ഇതിൽ ശർക്കര, ഏലക്ക, തേങ്ങ, മൈദാമാവ്, ഗോതമ്പ് മാവ്. ഗോതമ്പ് മാവിന് പകരം അരിമാവായാലും എടുക്കാം കേട്ടോ. ഇതാണ് മൈദാമാവ് പാക്കറ്റ്. ഇതിൽ നിന്നൊരു 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ചക്ക, അതാണ് നമ്മളെ മെയിൻ സാധനം. ഇത് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടി കാണിക്കാം. ചക്ക, മാവ്, ശർക്കര, പഴം, അതാ ചക്കപ്പഴം. അപ്പോൾ ഈ ചക്കപ്പഴം എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് കുറച്ച് ചെറുതായിട്ട് അരിയണം കേട്ടോ. കുഞ്ഞായിട്ട് ഇത് അരിഞ്ഞെടുക്കണേ. ചക്കപ്പഴം എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെൻ്റെ കയ്യിലിട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഫിംഗർ ക്യാപ്പാണ്. എൻ്റെ കയ്യിലെ വിരൽ മുറിയായിരിക്കാനായിട്ടാണ്. എനിക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ശർക്കരയും മാവും തേങ്ങയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണേ. മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇതിനകത്ത് ശർക്കരയും തേങ്ങയും അരിഞ്ഞെടുത്ത പഴവും ഏലക്കയും വേണം കേട്ടോ. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് അരഞ്ഞ് പാല് പോലെ അരച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ അടപ്പിലൊക്കെ ഇരുന്ന സംഭവങ്ങളെല്ലാം നന്നായിട്ട് അരിച്ചെടുത്ത് ഒഴിച്ച് കുറച്ച് പോലും മിക്സ് ചെയ്യാൻ പാടില്ല. എല്ലാം ഫുള്ളെടുത്തു. പാടുവിട്ട് അരച്ചതല്ലേ, ഒരു തുള്ളി പോലും കളയാൻ പാടില്ലല്ലോ, വേസ്റ്റായി കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് സംഭവം. പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതിനകത്തൊരു ഇച്ചിരി ഉപ്പിട്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് അത് കംപ്ലീറ്റ് മിക്സ് ചെയ്യണം. അമ്മ എനിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അമ്മയുടെ കൈ ഒടിഞ്ഞിരുന്നു. അപ്പം ഞാനാണിപ്പോൾ ഇങ്ങനത്തെ ചെറിയ പാചകങ്ങളൊക്കെ വീട്ടിൽ. അപ്പോൾ എനിക്കതിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അമ്മ പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കണ്ട ഇതിങ്ങനെ കുഴയ്ക്കുകയാണ്. നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് പാത്രത്തിനകത്ത്. ഈ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ കുഴക്കണം കേട്ടോ. കുഴച്ചെടുത്ത് ഇച്ചിരി പാടാണ്. ഇച്ചിരി ഇങ്ങനെ ഇത്തിരി സമയം പോവും കേട്ടോ. നന്നായിട്ടത് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുഴയാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. വെള്ളം ഒഴിക്കുമ്പം മാവിങ്ങനെ ദോശമാവ് പോലെ ആവരുത്. ഇതുപോലെ ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഗൈസ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എനിക്കിതറിയില്ല, അമ്മ പറഞ്ഞു തന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്കറിയാം, ഞാൻ പഠിച്ചല്ലോ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. കണ്ടോ, ഇതിങ്ങനെ അങ്ങനെ കുഴച്ചിങ്ങനെ എടുത്തു. ഇങ്ങനെ ആ പാത്രത്തിനകത്തുനിന്ന് മാവ് വിട്ട് വരണം. അതാണ് അതിൻ്റെ പരുവം. കുറച്ച് പാടാണ്. ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. കയ്യിൽ നിന്നൊക്കെ അത് വേർതിരിഞ്ഞ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. എന്നിട്ട് അതൊരു ഇല എടുത്തിട്ട് നമ്മൾ ഇലയിൽ വാട്ടിയിട്ടാണ്, ഇലക്കകത്ത് പരത്തിയിട്ടാണ് ഇത് വെക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്തപ്പോൾ അതെല്ലാം കിട്ടിയില്ല ക്യാമറയിൽ. കണ്ട, ഇലയിൽ പരട്ടിയിട്ടാണ് ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് അടുപ്പിൽ വെക്കുന്നത്. നന്നായിട്ട് വാഴയില എടുത്ത് വാട്ടിയിട്ടാണ് ഇത് വാട്ടിയ വാഴയിലക്കകത്താണ് ഇത് പരത്തിയിട്ട് അടുപ്പിൽ വെക്കുന്നത്. അങ്ങനെ ഇത് വേവണം. ഒരു 10, 25, 35 മിനിറ്റ്, മിനിമം ഒരു 25 മിനിറ്റെങ്കിലും വേവണം കേട്ടോ. കാരണം വാഴയിലയും കൂടെ ഉള്ളതായതുകൊണ്ട് അതും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല സ്മെല്ലായിരിക്കും, ഏലക്കൊക്കെ ഇട്ടതുകൊണ്ട്. കണ്ട, അപ്പോൾ ആവി വരുന്നുണ്ട്. ഇതിലേക്ക് ആവി വരുമ്പോഴാണ് ഇത് വെന്തു എന്നറിയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ശരിക്കും ഇതിനകത്ത് ആവി കയറി വരണുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിന് വെന്തു. അപ്പോൾ പിന്നെ ഞാൻ അടച്ചിട്ട്
ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അത് പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. മാറ്റിയിട്ട് കണ്ടോ ഒരു വാഴയില അത് പാത്രത്തിൽ അത് പൊളിച്ച് ആ ഇല പൊളിച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതാണ് സംഭവം. നല്ല ഭംഗി, നല്ല മണമാണ് കേട്ടോ. നല്ല കഴിക്കാനൊക്കെ തോന്നും. അത്രയും തന്നെ കഴിച്ചുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ അതങ്ങോട്ട് പൊളിച്ച് കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല മണം, വാഴയിലയുടെ മണവും ഏലക്കയുടെ മണവും ശർക്കര തേങ്ങ എല്ലാം ഇട്ടതൊരു പ്രത്യേക ചക്കയുടെ മണമൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ ചെയ്തൊരു സംഭവം. അപ്പം കഴിക്കുന്നത് നിങ്ങളെ കാണിക്കണമല്ലോ, അതിപ്പോൾ വീണ്ടും ഞാനൊന്നും കൂടി കാണിച്ചതാണ് വീഡിയോ. സൂപ്പറായിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല നല്ല ഫുഡാണ്, നല്ല ഹെൽത്തി ഫുഡാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും വരുന്നെങ്കിൽ എനിക്ക് തന്നെ വരട്ടെ എന്ന് കരുതി. അപ്പോൾ കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുക, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.